എന്താണ് പറയേണ്ടത്? എനിക്ക് തോന്നുന്നു ക്യൂബൻ രാജാവിന്റെ സാമ്രാജ്യമാണ് അല്ലേ? ഈ വെള്ളം പിടിച്ചിരിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് വാള് വെക്കാൻ വേണ്ടി നിർത്തിയാണ്. 9:30 കഴിച്ചതാണ്. അഖിലിന് അലർജി വന്നിരിക്കുന്നത് 12:30-ക്കാണ്. 12:35 ഇതിപ്പോ നമ്മൾ എത്രാമത്തെ പ്രാവശ്യം വണ്ടി നിർത്തുന്നതെന്ന് അറിയില്ല. അപ്പൊ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അകത്തുനിന്നുള്ള സൗണ്ട് വിളികൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രീ കിട്ടിയോണ്ട് എടുത്ത് തിന്നതാണ് കേസ്, വേറെ ഒന്നുമല്ല. ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നതേ കണ്ടില്ലേ. എടുക്കാറൊന്നും പറ്റില്ല ഗൈസ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഡേ 2 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി താഴെ എത്തിയിട്ടുണ്ട്. ആ മല ഓൾറെഡി താഴേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ താഴോട്ട് പോകാൻ പോവാ. ഇന്ന് നമ്മൾ ആക്ച്വലി ഗബ്ബാരാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഗബ്ബാര നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാണും. ഇവിടെ ഏകദേശം 5 hours ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഡേ ഫുൾ അതിന് പോകുന്നുള്ളതുകൊണ്ടും പിന്നെ അതിനേക്കാളും ബെറ്റർ ഷദാഗ് ആയതുകൊണ്ട് നമ്മൾ ഷദാഗ് ഓർ ഗബ്ബാല എന്നൊരു ഓപ്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഷദാഗ് യൂസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഷദാഗിലേക്ക് പോകുന്നത്. അവിടെ ഒരു 3 hours ഉള്ളൂ. അവിടെ അത്യാവശ്യം ആക്ടിവിറ്റീസൊക്കെ കൊണ്ട് സ്ഥലം അവിടെ പോയി നോക്കാം. എല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്ന് 3 hours. നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 200 മണ്ണത്തുണ്ട്. ആ 200 മണ്ണത്തിനുള്ളിൽ നമുക്ക് ട്രിപ്പ് തീർക്കണം. എന്നിട്ട് നാളത്തേക്ക് ഒരു $100 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഡോളർ ഇന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഈ ഷദാഗില കേബിൾ കാറിൻ്റെ എൻട്രി ഫീ ഏകദേശം 20-23 പെർ ഹെഡ് വരും. പിന്നെ ഇന്ന് നമ്മൾ അന്നത്തെ പോലെ വലിയ ഹോട്ടലിലൊന്നും പോയി കഴിക്കാനുള്ള പ്ലാനില്ല. നമ്മളിന്ന് അതെ സ്ട്രീറ്റ് സൈഡിലൊക്കെ ഉള്ള ചെറിയ ഏതെങ്കിലും സെറ്റപ്പിലൊക്കെ അവിടെ കയറിയാൽ നമുക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് പോയി പുറത്ത്. നൈസായിരുന്നല്ലേ? ഷവർമയൊക്കെ ഉണ്ടായിരുന്നു. ഷവർമ ഞാൻ കഴിച്ചില്ല. ക്രിസ്പി ഷവർമ. ഷവർമയെ പറ്റി പറയുമോ? ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഷവർമ ആയിരുന്നു. പിന്നെ ഷവർമയില്ലാതെ വേറൊരു ഡിഷ് നമ്മൾ കഴിച്ചില്ലായിരുന്നു. അതിന്റെ പേരറിയാത്തോണ്ടാണ് ഞാൻ പറയാൻ. അതിന്റെ പേരറിയില്ല. ഒരു സംഭാരം കൂട്ടി തന്ന സാധനമല്ലേ? സംഭാരം നല്ലതായിരുന്നു. അമൽ ഉണ്ടായിരുന്നോണ്ട് അതിന്റെ പാക്കേജ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പാക്കേജ് നമ്മൾ ലഞ്ച് കഴിച്ചതിനെക്കാട്ടും അടിപൊളി ഫുഡ് ആയിട്ട് ഡിന്നർ ആയിരുന്നു നല്ലത്. ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ കടകളിൽ ഹോട്ടലിന്റെ വലിപ്പമല്ല. അതെ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഗബ്ബാല ഷേദാഗിലേക്ക് ചേഞ്ച് ചെയ്തു? അത് പറയും. അത് വേറൊന്നുമില്ല. നമ്മളിങ്ങനെ നമ്മുടെ ഡ്രൈവറിന്റെ അടുത്തൊരു സെഷൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇതുപോലെ ഗബ്ബാല നല്ലതാണ്, പക്ഷെ അത് ഇവിടെ നിന്ന് ഒരു 5 hours ഉണ്ട് അങ്ങോട്ട് ഓൺ ദ വേ. പിന്നെ നമ്മുടെ ഡ്രൈവർ പക്കയാണ്. നമ്മളെ പറ്റിക്കണം, അങ്ങനെ ഇത് ചെയ്യണം എന്നൊന്നുമില്ല. പെർഫെക്റ്റ് സ്ഥലത്താണ് കൊണ്ടുപോകുന്നത്. എല്ലാം കറക്റ്റ് ഷീലൊക്കെ ചെയ്യുന്നത്. പിന്നെന്താണ് പറയേണ്ടത്? ഷദാഗ് ആക്ച്വലി നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പോകണമെന്ന്. പക്ഷേ അത് നമ്മുടെ ഈ ഏജൻസിക്കാർ തന്ന നമ്മുടെ പാക്കേജിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ അതെ പുള്ളിക്കാർ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഗബ്ബാല തന്നെ പോകണമെന്നുണ്ടോ, ഷദാഗാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി എന്താ പറയുക, രോഗി ഇച്ചിതും വൈദ്യം കൽപ്പിച്ചെന്ന് റമ്മെന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ സെറ്റ് പോവാം എന്നുള്ള പ്ലാനിൽ ഇപ്പോഴത്തെ സെറ്റ് ചെയ്ത്. അതെ. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എന്താ സാധനം? എന്താ അത്? ആൽക്കഹോൾ അല്ലേ? ക്യൂബ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാം നമുക്ക്. അസർബൈജാനിലെ ക്യൂബ. പുള്ളിക്കാരൻ നമുക്ക് ചായയൊക്കെ സെറ്റ് ആയിക്കൊണ്ട് കേട്ടോ. മധുരമില്ല, പക്ഷെ എന്നാലും ആളുണ്ടാക്കി തന്നില്ല. അതിന്റെ ഒരു സത്യം പോയിട്ടില്ല ട്രിപ്പ്. പക്ഷേ ഗൈഡ് നല്ല ഗൈഡാണ്. ബിസ്ക്കറ്റ് എല്ലാ ടൈപ്പ്. എന്താണ് ക്യൂബയിലോട്ടുള്ള എൻട്രൻസ്? ആ ക്യൂബ കാണിക്കും. ഇതെനിക്ക് തോന്നുന്നു ക്യൂബൻ രാജാവിന്റെ സാമ്രാജ്യമാണ് അല്ലേ? അതാ പടയാളികൾ ഓടി കളിക്കുന്നുണ്ടോ രാജാവ്? അതാ ക്യൂബ. അസർബൈജാന്റെ പച്ചപ്പിനുള്ളിൽ ഒരുത്തന്നെ ഇരിക്കുന്നു. അതും കൂടെ ഞങ്ങൾ കിട്ടാൻ വേണ്ടി
നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്യാമറാമാൻ അനന്തുവിനോടൊപ്പം അമൽ. ഈ വെള്ളം പിടിച്ചിരിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. വെള്ളം ഇത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് വാള് വെക്കാൻ വേണ്ടി നിർത്തിയാണ്. ഓൺലി വോമിറ്റിംഗ് ആണ്. എങ്ങനെയുണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഇപ്പോ? ഞങ്ങൾ എല്ലാ ഭാഗത്തെയും എൻജോയ് ചെയ്ത് നടക്കുന്നതായിരിക്കും. ഒന്നുകൊണ്ടും കുഴപ്പമില്ല. അഖിൽ അറിയൂ? ഓക്കെ 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 ആണോ? ക്യാമറാമാൻ അനന്തുവിനോടൊപ്പം അമൽ. ഒരു 2 മഷ്റൂം കഴിച്ചതിന്റെ ക്ഷീണമാണ് ഈ കാണുന്നത്. മഷ്റൂമിന്റെ മെറ്റബോളിസത്തിനെ പറ്റി 2 വാക്ക്. മെറ്റബോളിസത്തിനെ പറ്റി എനിക്ക് അറിയില്ല. അനന്ത് പറയുന്നതായിരിക്കും. എത്ര 4 hours പറഞ്ഞു? ഓൾമോസ്റ്റ് 9:30 കഴിച്ചതാണ്. അഖിലിന് അലർജി വന്നിരിക്കുന്നത് 12:30 12:35 UAE ടൈം, അസർബൈജാൻ ടൈം. ഓക്കെ, എത്ര മണിക്കൂറായിരിക്കും ഒരു മഷ്റൂമിന്റെ അത് ഞാൻ ഡൈജഷൻ പീരീഡ്? പറയുന്നതായിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ അഖില്. എന്താ ഇപ്പൊ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അകത്തുനിന്നുള്ള സൗണ്ട് വിളികൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെക്കനൊരു മഷ്റൂം ഫ്രീ കിട്ടിയെന്ന് വെച്ചിട്ട് കുറെ വാരിക്കോരി കഴിച്ചതാണ്. ആ സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു. ബട്ട് നല്ല സൗണ്ട് ആണല്ലേ? നല്ല സൗണ്ടാണ്. പുറത്തോട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് എന്ത് ചെയ്യാനാണ്? ഇതിപ്പോ നമ്മുടെ എത്രാമത്തെ പ്രാവശ്യം വണ്ടി വണ്ടി നിർത്തുന്നതെന്ന് അറിയില്ല. പാവം ഞങ്ങളുടെ ഗൈഡ് ആയതുകൊണ്ട് സപ്പോർട്ടാണ്. കുഴപ്പമില്ല, എല്ലാം എവരിത്തിങ് വിൽ ബി ഫൈൻ. തനിക്കൊന്നും അലർജി ഒരു പ്രശ്നം? എനിക്കൊരു കുഴപ്പം ഇതുവരെ ഇല്ല. നീ അടി തൊട്ട് മുടി വരെ നോക്കി ഫുൾ എനർജറ്റിക്. ഒന്നും അറിയാത്ത അങ്ങേർക്ക് ഈ അലർജി. ഒന്നും അറിയാത്ത അലർജിയാ. വെറുതെ ബ്രിഞ്ചാളാണെന്ന് വെച്ചിട്ട് വാരിക്കോരി കഴിച്ചതാണ് കഴിച്ചത്. എന്ത് ചെയ്യാനാ? എന്നാ പറ്റി? എന്താണ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അതിൽ എനർജിയൊക്കെ ആയിട്ട് നോക്കി ആ വ്യൂ കാണിച്ചു കൊടുക്കും. ഫോട്ടോ ആണ്. സിക്കായിട്ടുള്ള ചാടി ഒരു എനർജി ഇല്ലാത്തത്. കുറച്ച് എനർജി അതുകൊണ്ട് സംസാരിക്കാൻ ഞാൻ പെട്ടുപോയി. ഫ്രീ കിട്ടിയോണ്ട് എടുത്തത് എന്നതാണ് കഴിച്ചു, വേറെ ഒന്നുമല്ല. ബ്രിഞ്ചാളാണെന്ന് വിചാരിച്ചിട്ട് മഷ്റൂം എടുത്ത് കഴിച്ചതാ. ഇത് ഞങ്ങളെ പോലത്തെ 2 കൂട്ടുകാരുള്ളതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. പിന്നെ ഫാർമസി പോയിട്ട് മെഡിസിൻ ചോദിച്ചപ്പോൾ അവർ ഏതോ ഭാഷയിൽ സംസാരിച്ചു. അവൾ 4 ചാടി കിട്ടും. ഇയാളെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇയാൾ പറഞ്ഞു ലെറ്റ്സ് ഗോ എമർജൻസി. മെഡിസിൻ നമ്മൾ വിചാരിക്കുന്ന പല സാധനങ്ങളൊന്നും കിട്ടില്ല. അറ്റ്ലീസ്റ്റ് പാനഡോൾ പോലും കിട്ടില്ല. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. എല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയാത്ത ഫുഡ് എടുത്ത് കഴിക്കരുത്. കഴിഞ്ഞ 15 മിനിറ്റ് 2 മണിക്കൂർ പോലെ ഫീൽ ചെയ്തു. 2 മണിക്കൂർ പോലെ ഫീൽ ചെയ്തു. ലൈം ടീ എങ്ങനെയുണ്ട്? മിക്സ് ആയില്ലേ 2 കൂടി? എന്തായാലും ഫുഡ് കഴിക്കുമ്പോഴും വയറ്റിലെത്തിയിട്ട് മിക്സ് അല്ല. പിന്നെ എന്താ പ്രശ്നമുണ്ട്? കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുടിക്കണം. അത് ചൂട് ടീ കുടിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ തണുത്താക്കും. ഇപ്പൊ ഞാനാരായി? നമ്മുടെ ഫുഡൊക്കെ എത്തി കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. എനിക്കാണെങ്കിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സാലഡ് മാത്രമേ കഴിച്ചുള്ളൂ. സാലഡും യോഗട്ടും. സംഭവം വേറെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഫുഡ് മേടിച്ചിട്ട് നമുക്ക് ഏകദേശം അല്ല 65 മണ്ണത്തെ ആയിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ലേ, ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൽ തന്നെ ഏകദേശം 1 ടൺ ആയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് വേറൊരു കൂട്ടുകാരുണ്ട് ഇവിടെ. ലഞ്ച് വാസ് ടു ഗുഡ്. ഇന്നത്തെ ലഞ്ച് നല്ല രസമായിരുന്നു. ബട്ട് കഴിച്ചവർക്കാണ് കേട്ടോ, എൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ റിസ്ക് എടുത്ത് കഴിച്ചില്ല. കാരണം എനിക്കിപ്പോൾ വോമിറ്റൊക്കെ ചെയ്ത് ആകെ വയറിട്ട് എം ടി ആണ്. സോ അതിന് പറ്റിയ ഭക്ഷണങ്ങൾ മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇനി ഷാദാഗിലേക്ക് പോകുമ്പോൾ ഉള്ള പരിപാടി ഫുള്ള് ഫ്ലോപ്പ് ആവും. ഇതിന് വേണ്ടി ഞാൻ കഴിക്കുന്നു. അതെ, നൻപണ്ട എനിക്ക് വേണ്ടി അവൻ കഴിക്കുന്നുണ്ട്. സോ അനന്തോ ഫുഡ് എങ്ങനെ ഉണ്ട്? നിങ്ങൾ
നല്ല കയറ്റമുള്ള യെസ് ഫൈനലി നമ്മളിത് ഇവിടെ നിന്ന് ശതാങ്കിലേക്ക് പോകുന്ന വഴിയിലാണ്. ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു അപ്പുറം ഇപ്പുറയൊക്കെ. അങ്ങനെ ദേ ശതാങ് എത്തിയിട്ടുണ്ട്. ദേ വെൽക്കം ടു ശതാങ്. ആക്ച്വലി നല്ല സ്ഥലമാണ് ഇത്, നല്ല ക്ലൈമറ്റാണ്. ആക്ച്വലി ഇത് ഓഫ് സീസൺ ആണ്, പക്ഷേ ഇപ്പോഴത്തെ തണുപ്പ് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്ത സീസൺ ആകുമ്പോൾ ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഈ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഏരിയയിലേക്ക് വരാനേ പറ്റത്തില്ല. അതുകൊണ്ട് സീസണിലാണ് വരുന്നതെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ജാക്കറ്റ് അതിൻ്റേതായ പ്രിപ്പറേഷൻസോടെ മാത്രമേ ഇങ്ങോട്ട് വരാവൂ. അങ്ങനത്തെ നമ്മളെ ഡ്രൈവർ നമ്മളത് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ആക്ച്വലി 15 മന്നത്ത് വെച്ചായിട്ടുള്ളത്. നമുക്ക് കേബിൾ കാറാണ് ആദ്യം നമ്മൾ എടുത്തത്. ഇനി ആദ്യം നമുക്ക് കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോവാം. ഓക്കെ, ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി ആക്ച്വലി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ്. അത്യാവശ്യം ചെറിയ മഴ പോലെ ഇങ്ങനെ എന്താ മഴയാണോ മഞ്ഞാണോ എന്നറിയില്ല. അത്യാവശ്യം നല്ല മഞ്ഞ് പോലെ എന്തൊക്കെയോ വീഴുന്നുണ്ട്. തൻ്റെ കൂട്ട് നല്ല തണുത്ത കാറ്റുമുണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണിത്. യെസ്, അപ്പോൾ നമ്മളിത് ഇവിടെ കേബിൾ കാറിൻ്റെ എൻട്രൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഇവിടെ കാണിച്ചു. നമ്മളിത് ഉള്ളിലോട്ട് കയറുകയാണ്. എൻ്റെ മോനെ, ഇതാണ് ഈ കേബിൾ കാറിൻ്റെ ടോപ്പിലെ വ്യൂ കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ലൈവ് ഓഡിയോ ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ കട്ടായിപ്പോയി. സോ ഇപ്പോൾ ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ശരിക്കും നമ്മൾ ആ ഒരു എന്താ പറയുക, കേബിൾ കാറിൻ്റെ മേളിൽ കയറിയ ഒരു ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നതേ കണ്ടില്ലേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി അടിപൊളിയാണ് ഇത് മേളിൽ നിന്ന് കാണാനായിട്ട്. ഈ കാണുന്ന ഏരിയ ഫുള്ള് ഈ സീസൺ ടൈമിൽ ഫുള്ള് മഞ്ഞായിരിക്കും, ഫുൾ വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ചെറിയ ഗ്രീനായിട്ട് കാണുന്നെങ്കിൽ ആ ടൈമിൽ ഇത് സൂപ്പറാണ് കാണാൻ. ബട്ട് സീസൺ ആകുമ്പോൾ വരുവാണെങ്കിൽ നിങ്ങൾക്കത് കാണാം. ഡിസംബർ ടു ഏപ്രിലാണ് ആ ടൈം വരുന്നത്. ഓക്കെ, ഇനി നമ്മളിത് അതിൻ്റെ മേളിലെത്തിയ ശേഷം തിരിച്ച് അതേ കേബിൾ കാറിൽ തിരിച്ച് കയറി പോവുകയാണ്. ഇതിങ്ങനെ സ്ലോ ആയിട്ട് വരും. നമ്മൾ സ്ലോ ആയിട്ട് അതിൽ കയറി അങ്ങ് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. ഇരിക്കുക, അതിൻ്റെ ടോപ്പിലുള്ള ലോക്ക് ഉണ്ട്, അത് നമ്മൾ താഴേക്ക് വലിച്ച് ജസ്റ്റ് നമ്മളുടെ ഹിപ്പ് ലോക്ക് ചെയ്തങ്ങ് വെക്കുക. അതേ കണ്ടോ. എന്നിട്ട് ഇന്ന് കാല് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ ഫുൾ വ്യൂവും കണ്ട് വളരെ രസമായിട്ട് പോവാം. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ക്ലൈമറ്റാണ് ഒന്നാമത്തെ കാര്യം. മെയിൻ ടോപ്പിലേക്ക് എത്തുമ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പം എന്താ നമ്മുടെ കേബിൾ കാർ കഴിഞ്ഞു. ഇത് നമ്മൾ കൊടുത്ത ഒരു 15 മന്നത്ത് അത്യാവശ്യം വർത്തായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് ഇവിടെ ഒരു റോളർ കോസ്റ്റർ ഉണ്ട്. ഇവിടുത്തെ മെയിൻ റോളർ കോസ്റ്ററിലേക്ക് കയറാണ്ടേ ഇവിടെയാണത്. ഇവിടെ പോയി ആദ്യം ടിക്കറ്റ് എടുക്കണം. നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കാണ്ട് വെയിറ്റ് ചെയ്യാം. റോളർ കോസ്റ്ററിലോട്ട് ഇതാണ് ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങൾ. ഗോൾഡൻ എടുക്കാന്ന് വിചാരിച്ചു. ചുമ്മാണ് കൈസ്, നമ്മൾ റെഗുലർ എടുത്ത് നമ്മൾ ഗോൾഡ് കൊടുക്കുന്നില്ല. നമ്മൾ റെഗുലർ എടുത്ത് കാരണം വരുന്നില്ല. അത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടാണ് അവർ ഈ പ്രീമിയം VIP എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഫോണിലെടുക്കാം. പക്ഷേ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. താഴെ വല്ലതും വീണ് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്തമാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, 2 പേര് ഒരുമിച്ച് പോകുന്നെങ്കിൽ 140യുടെ മേലെ വെയിറ്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു. സോ എനിക്കും അവനും ഒരുമിച്ച് പോകാൻ പറ്റില്ല. വെയിറ്റ് പറഞ്ഞാൽ ഈ തെണ്ടിയായിട്ടൊന്നും പോകാൻ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഞാൻ വന്നതുകൊണ്ട് ഇവർക്ക് ഇത് കയറാൻ പറ്റും. നീ പറഞ്ഞ നമ്മുടെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. റോളർ കോസ്റ്റർ നമ്മൾ 2-1 ആയിട്ട് 2 പേര് ഇരുന്നിട്ട് ഒരാൾ ഒറ്റയ്ക്ക്. 1-in-1 ആയിട്ട് ഈ എന്താ നീ എവിടെയും ഫ്ലോപ്പ് ആണല്ലോ. എല്ലാത്തിലും ഓരോന്ന് ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത്. അതെ, ചക്കൻ ബാക്ക് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര പേടിയാണ്. ഈ കുട്ടി വണ്ടിയിലാണ് ഞങ്ങൾ പോകാൻ പോണത്. സാധനം മൂവിങ് ആണ്. എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ മൂവിങ് ആവുകയാണ് ഗൈസ്. പോവാണ് ഗൈസ്. നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കട്ടെ, ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഹൈറ്റിലെത്തി. അവരുടെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഹൈറ്റിലാണ്. ഒരാളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. റോളർ കോസ്റ്ററിൽ നമ്മൾ രണ്ടുപേരും ഇതാ റോളർ കോസ്റ്ററിലോട്ട്. ഇതാ അങ്ങ് ദൂരെ ഒരു ഒറ്റയ്ക്ക് പോകാൻ പേടി, അതുകൊണ്ട് ഞാനും കൂടി കൂടെ. അതെ അതെ അതെ, പേടി ആർക്കാണെന്ന്. ഞാൻ ഹരാരി വണ്ടിയിലൊക്കെ പോയോണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ പേടി എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോയിരുന്നു. നല്ല സുഖമല്ലേ? ക്ലൈമറ്റ് നല്ലതാണ്. ചുറ്റും മല നല്ല ഹൈറ്റിലോട്ട് നല്ല ഹൈറ്റിലോട്ടാണ്. ഇതാ
ഇത് കൊള്ളാം, അടിപൊളിയാണ്. തണുപ്പ് കൂടെ ആയിട്ട് നോക്കുമെല്ലാം പറഞ്ഞ് അടിപൊളിയാണ്. നല്ല രസമായിരുന്നു. അതൊരു കിടില എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഈ കാടിനകത്തൂടെയൊക്കെ കറങ്ങി തിരിച്ച് കറങ്ങി അടിപൊളിയാണ്. എടുക്കാനൊന്നും പറ്റിയോ ഗൈസ്? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ സെൽഫി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കാണിച്ചു. അല്ലാതെ ഇത് എന്നാ മോനെ എനിക്കെടുക്കാൻ കാരണം രണ്ട് കൈ ഞാൻ പിടിച്ചിരിക്കുകയായിരുന്നു. രണ്ട് കൈ പിടിച്ചിരുന്നോണ്ട്